സാധാരണ ഓരോ ലോകകപ്പിലും ആ ലോകകപ്പിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു മത്സരം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ 2006 ലോകകപ്പിലാണെങ്കിൽ ഇറ്റലിയും ജർമ്മനിയും തമ്മിലുള്ള സെമി ഫൈനൽ പോരാട്ടം അത്തരത്തിലൊന്നായിരുന്നു. 2018 വേൾഡ് കപ്പിലാണെങ്കിൽ ബെൽജിയം ഫ്രാൻസ് മത്സരം അങ്ങനെ ഒന്നായിരുന്നു. 2010 സ്പെയിൻ ജർമ്മനി മത്സരം അങ്ങനെ ഒന്നായിരുന്നു. അതായത് ഈ രണ്ട് യൂറോപ്യൻ ടീമുകളുടെ മത്സരത്തിൽ ആരാണോ വിജയിക്കുന്നത് അവർ കിരീടം നേടുമെന്നായിരുന്നു പൊതുവെയുള്ള വിശ്വസിക്കലുകൾ. അതുതന്നെയാണെന്ന് സംഭവിച്ചതും. അതുപോലെ ഈ ലോകകപ്പിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോരാട്ടം ഇനി നടക്കാൻ പോവുകയാണ്. ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. ഈ ഫിഫ റാങ്കിങ്ങിലുള്ള ആദ്യത്തെ 4 രാജ്യങ്ങൾ സെമിക്ക് മുമ്പ് ഏറ്റുമുട്ടില്ല എന്നൊരു തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ സെമിയിലാണ് ഫ്രാൻസ് സ്പെയിൻ പോരാട്ടം വന്നിട്ടുള്ളത്. ഈ ആഴ്സൺ വെങ്ങർ അടക്കമുള്ള കോച്ചുമാരൊക്കെ പറയുന്നത് അതിൽ വിജയിക്കുന്നവർ കിരീടം നേടുമെന്നാണ്. അപ്പുറത്തെ പൂളിൽ നിന്ന് അർജൻറ്റീനയോ ഇംഗ്ലണ്ടൊക്കെ വരാനുണ്ടെങ്കിൽ പോലും ഇതുവരെയുള്ള ഈ ടൂർണമെൻറ്റിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ഫ്രാൻസിനും സ്പെയിനിനും ഒരു എഡ്ജ് ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ രണ്ട് ടീമുകൾ കൊമ്പ് കുറക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ ടൂർണമെൻറ്റിലെ ഫൈനൽ വരെ വരാൻ സാധ്യത കെൽപ്പുണ്ടായിരുന്ന രണ്ട് ടീമുകളാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ നമുക്കൊരു ത്രസിപ്പിക്കുന്ന പോരാട്ടം തന്നെ കാണാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് പോവുകയാണ്. സ്പെയിൻ ബെൽജിയം പോരാട്ടം. അതിൽ മത്സരഫലത്തിൽ അത്ഭുതമൊന്നുമില്ല. ചിലപ്പോൾ ഒരു 80% സ്പെയിൻ വിജയിക്കുമെന്ന് വിചാരിച്ച മത്സരം തന്നെയായിരുന്നു. എന്നാൽ ബെൽജിയം ആണെങ്കിൽ സാധാരണ പോയ 3 ലോകകപ്പിലും ബെൽജിയം ഒരു ഫേവറേറ്റ്സ് ലിസ്റ്റിലായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഈ ലോകകപ്പിൽ അവർ എവിടെയും ചർച്ചകളുണ്ടായിരുന്നില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യത്തെ 2 മത്സരങ്ങളും അവർ അതിനൊത്തൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നിരന്തര സമനിലയിൽ കൊടുങ്ങുന്നു. പക്ഷേ പിന്നീട് അവർ അതിഗംഭീരമായി ടൂർണമെൻറ്റിലേക്ക് തിരിച്ചു വരുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ചും അവസാന മത്സരത്തിൽ അവർ ഹോസ്റ്റായിട്ടുള്ള അമേരിക്കയെ 4 ഗോളിനൊക്കെ തകർത്തെറിയുന്നത് നമ്മൾ കണ്ടു. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ചില ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ സർപ്രൈസ് പിക്കുകൾ ഉണ്ടായിരുന്നു സ്പെയിൻ കോച്ചിൻ്റെ. കാരണം ഒരു മത്സരത്തിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഏറ്റവും വലിയ വാർത്ത പെഡ്രി 11 ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഓരോ മത്സരം കഴിയുമ്പോഴും പറയും കളിച്ചത് അവർ പക്ഷേ ജയിച്ചത് വരുന്നു. പക്ഷേ ഈ സ്പെയിൻ്റെ മത്സരത്തിൽ ഇന്നലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു രസകരമായൊരു കമൻറ്റ് എന്ന് പറയുന്നത് കളിച്ചതും സ്പെയിൻ ജയിച്ചതും സ്പെയിൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നൂറ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? അതായത് ഇപ്പോൾ ഈ ഒരു കോച്ചിൻ്റെ സർപ്രൈസ് പിക്ക് എന്ന് പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്നത് സ്പെയിൻ നാഷണൽ ടീം ഫസ്റ്റ് തൊട്ടുള്ള മാച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊരു ഗെയിമിൽ എന്താണോ ആവശ്യം അതിനനുസരിച്ച് ഓരോ ചെറിയ ചെറിയ ടാക്ടിക്കൽ ചേഞ്ചസ് നടത്തിയിട്ട് പതുക്കെ ടൂർണമെൻറ്റിൽ പ്രോഗ്രസ് ചെയ്ത് പോകുന്നൊരു സ്പെയിനാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാവാം പെഡ്രി എന്നുള്ളൊരു പ്ലെയറിനെ മാറ്റിയിട്ട് അവിടെ ഫാബിയൻ റൂയിസിനെ ഇറക്കുന്നു. ഫാബിയൻ റൂയിസ് ഫസ്റ്റ് ടൈം അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഫാബിയൻ റൂയിസ്, റോഡ്രി, പെഡ്രി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മിഡ്ഫീൽഡിൽ പലതരത്തിലുള്ള ചേഞ്ചുകൾ നടത്താറുണ്ട്. മാത്രമല്ല ഒരു ഫുൾ ബാക്ക് സിനാരിയോയിൽ നമുക്കറിയാം റൈറ്റ് ഫുൾ ബാക്ക് പലപ്പോഴും നമ്മൾ യോറൻ്റെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് അവിടെ പെഡ്രോ പോറോ വരാറുണ്ട്, അല്ലെങ്കിൽ പെഡ്രോ പോറോ ആവും എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് യോറൻ്റെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താണോ ഒരു ഗെയിമിന് വേണ്ടത് അതിനനുസരിച്ച് ചേഞ്ച് നടത്തിയിട്ട് എല്ലാവരെയും ഭയങ്കര സർപ്രൈസ് ആക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന രീതിയിൽ വിജയിക്കാതെ അവർക്ക് ആ ഒരു ഗെയിം വിജയിക്കാം എന്നുള്ള ആ ഒരു ടോണിൽ പോകുന്ന ഒരു ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ മാച്ചിൽ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ബെൽജിയത്തിനെക്കാട്ടിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവർ തന്നെയാണ് കളിച്ചതെന്നുള്ളതാണ് ഫാക്റ്റ്. അതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് റോഡ്രി ആൻഡ് ഓൾമോ എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഓൾമോയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നത്. ആൻഡ് റോഡ്രി ഓൾസോ അറൗണ്ട് 96% പാസിംഗ് അക്യുറസി റോഡ്രിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു മിഡ്ഫീൽഡേഴ്സ് എന്താണെന്ന് വെച്ചാൽ റോഡ്രി പലപ്പോഴും ആ ഒരു ഇനീഷ്യേഷൻ അല്ലെങ്കിൽ ആ ഒരു ബിൽഡപ്പിന് ഇനീഷ്യേഷനും ആ ഒരു ഡിഫെൻസീവ് ഓർഗനൈസേഷനും ചെയ്യുമ്പോൾ ഓൾമോ അവിടെ എന്തിനാണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആ ഇനീഷ്യേറ്റ് ചെയ്ത ആ ഒരു പ്രോസസ്സ് ക്യാരി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ തേർഡൊക്കെ എത്തിക്കാൻ അവിടെ പലപ്പോഴും ഓൾമോ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്പെയിൻ ടീമിൻ്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ പലപ്പോഴും ഈ പൊസിഷൻ കളിക്കുന്ന ടീം വെറും ഈ സർക്കുലേഷൻ എന്നുള്ള ആ ഒരു രീതി, പക്ഷേ ഈ സ്പെയിൻ ടീമിനെ സ്പെഷ്യലാക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പൊസിഷൻ സർക്കുലേറ്റ് ചെയ്തിട്ട് ഡിഫൻഡേഴ്സിനെ ഫ്രണ്ടിലോട്ട് ഡ്രാഗ് ചെയ്യാനും അറിയാം. എപ്പോഴാണോ വൺസ് ഡിഫൻഡേഴ്സ് ഡ്രാഗ്ഡ് ആണെന്നുള്ളത് ആ ടൈമിൽ കറക്റ്റായിട്ട് വെർട്ടിക്കൽ അറ്റാക്ക് പോകാനറിയാം. അതായത് വീണ്ടും ആ പൊസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യൂല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പല മാച്ചിലും ഇവരെ വിജയിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്നലത്തെ ഫസ്റ്റ് ഗോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കുബാർസിൻ്റെ കയ്യിൽ നിന്നാണ്. ഫ്രം കുബാർസി ടു പെഡ്രോ പോറോ ടു ലമീൻ യമാൽ ഇൻസൈഡ് ഡ്രിഫ്റ്റ് ചെയ്യുന്നു. പെഡ്രോ പോറോ എന്താണ് ഒരു ഫുൾ ബാക്ക് ചെയ്യേണ്ടത് ആ ഒരു വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ഡാനി ഓൾമോക്ക് ക്രോസ് കൊടുക്കുന്ന ടൈമിൽ ഈവൻ ദോ ഡാനി ഓൾമോക്ക് അവിടെ കറക്റ്റായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും റീബൗണ്ട് ഒബ്വിയസ്ലി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ബോക്സിലൊരു ക്യാവോസ് ക്രിയേറ്റ് ആവും. ആ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കറിയാം എപ്പോഴും നമ്മൾ സ്ക്വാഡ് ലിസ്റ്റ് പ്രഖ്യാപിച്ചിരുന്ന ടൈമിൽ സ്പെയിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി പറഞ്ഞിരുന്ന ഒരു പോയിന്റ് അവിടെ മിഡ്ഫീൽഡേഴ്സ് തന്നെയാണ്. അവിടെ കറക്റ്റായിട്ട് ഫാബിയൻ റൂയിസ് അവിടെ ഗോൾ സ്കോർ ചെയ്യാനുണ്ടായിരുന്നു.
അപ്പോൾ ഈ തരത്തിൽ വെർട്ടിക്കൽ അറ്റാക്സിലും സ്പെയിൻ ഓക്കെയാണ് ആൻഡ് ഈ പൊസഷൻ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലും സ്പെയിൻ ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എത്രത്തോളം സ്പെയിൻ ഒരു മാച്ചിൽ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നുണ്ട്, ഫെറ്റീഗ് ആവുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ കുറവാണെന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ഈ പൊസഷൻ വെച്ചിട്ട് കളിക്കാനുള്ള ആ കപ്പാസിറ്റി തന്നെയാണ്. അതായത് ഇങ്ങനെ കളിക്കുമ്പം എല്ലാ 11 പ്ലേയേഴ്സും അല്ലെങ്കിൽ 10 ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സും ഫിലി ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഐ തിങ്ക് ഞാൻ ഫസ്റ്റേ പറഞ്ഞാണ് ഇറ്റ്സ് ഐദർ അർജൻറ്റീന, ഫ്രാൻസോ സ്പെയിൻ. ഇനിയിപ്പോൾ സെമി ഫൈനൽസിൽ ഫ്രാൻസ് സ്പെയിനും വന്നു. അപ്പോൾ അതിലൊരു ടീം എന്തായാലും ഫൈനലിൽ കിടക്കും. അപ്പോൾ നമുക്ക് നോക്കേണ്ടത്, നമ്മൾ കാണാതെ പോയൊരു ഫൈനലിസ്റ്റ് ഉണ്ട് അർജന്റീന വേഴ്സസ് സ്പെയിൻ. അത് ആവോ ഇല്ല എന്നുള്ളത് എന്തായാലും ഒബ്വിയസ്ലി നമുക്ക് നോക്കാം. അതിൽ ഈ അർജന്റീനയും ഇംഗ്ലണ്ടും കൂടി വന്നു കഴിഞ്ഞാലേ ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 4 റാങ്കിങ്ങിലുള്ള 4 പേരും തന്നെ 4 പേരും തന്നെ സെമിയിലെത്തും. അതെനിക്ക് ഇന്നലെ ഒരു ആള് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കണ്ടതാണ്, ഇംഗ്ലണ്ട് അതിന് എപ്പോഴാണ് ഫൈനലിസിമ കളിക്കാണ്ടായിരുന്നു എന്നുള്ളത്. അതായത് സർക്കാസ്റ്റിക് ആയിട്ട് ചോദിച്ചതാണ്. അത് ഇംഗ്ലണ്ട് ഇല്ലല്ലോ എന്നുള്ള ആ ഒരു സാധനമാണ്. ഇംഗ്ലണ്ട് എത്തും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നോക്കണം. അതിൽ നമ്മൾ ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് സ്പെയിൻ ഓഫ് കോഴ്സ് ഫേവറേറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിരുന്നു. ഒന്നൊരു നമ്പർ 9 അഭാവമായിരുന്നു, ഒരു പ്രോപ്പർ നമ്പർ 9. അത് ഒരു സഭ ആദ്യ ധാരണ തിരുത്തി. പിന്നെ അവരുടെ ഡിഫൻസിനെ കുറിച്ചും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഡിഫൻസ് ആണ് നമ്മളെ ഈ മാച്ചിൽ നെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം, ഇതുവരെയുള്ള ക്ലീൻ ഷീറ്റ് റെക്കോർഡായിരുന്നു. ഇന്നലെ അതൊന്ന് പൊളിഞ്ഞു. നമ്മൾ പറയാനുള്ളത് ഫ്രാൻസിനെതിരെയുള്ള മത്സരമാണ്. ഈ ടൂർണമെന്റിൽ എന്താ പറയുക, ബീസ്റ്റ് മോഡ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അത്രയും ഇപ്പോൾ എംബാപ്പെ ഉണ്ട്, എംബാപ്പയെ പൂട്ടിയാൽ ഡെമ്പലെ ഒന്നടിക്കും. ഇനി അതല്ലെങ്കിൽ അവിടെ ഒലീസയുണ്ട്, ദെസേർ ദുബൈയുണ്ട്, ബാർക്കോളയുണ്ട്. ഇത്തരം ഒരു ഹെവി അറ്റാക്കിംഗ് ലൈനപ്പിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഈ സ്പാനിഷ് ഡിഫൻസിനുണ്ടോ? എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഈ സ്പാനിഷ് ഡിഫൻസ്ക്ക് എത്തുന്നതിൻ്റെ മുമ്പൊരു സോൺ ഉണ്ട് അവരുടെ മിഡ്ഫീൽഡ്. അത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ അറ്റാക്ക് ഒരു പരിധിവരെ നിർത്താൻ പറ്റുന്നതാണ് ഞാൻ. റോഡ്രിയുടെ സോണാണ് പറയുന്നത്. അതായത് റോഡ്രി അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന പെഡ്രി, ഫാബിയൻ റൂയിസ്, ഇവരെങ്ങനെ ആ ഒരു, കാരണം ഞാൻ ഫസ്റ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ ഇവർക്ക് പൊസഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം. അപ്പോൾ ഇവർ ഈ പൊസഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈമിൽ അത് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഫ്രാൻസിന് പൊസഷൻ കിട്ടില്ല. അപ്പോൾ ആ ടൈമിൽ എത്രത്തോളം അറ്റാക്ക് പോകുന്നുള്ളത് നോക്കേണ്ട ഒരു സംഭവമാണ്. പിന്നെ ഇനി ആ ഒരു ലൈൻ ഓഫ് പ്രഷർ പാസ് ചെയ്ത് കഴിഞ്ഞാലും ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു നിലയിൽ ഇന്നലത്തെ ഗോൾ ഒരിക്കലും ഞാൻ ഡിഫൻസിൻ്റെ മിസ്റ്റേക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഉണായി സിമോണിൻ്റെ ഭാഗത്തു നിന്നും ചെറിയ രീതിയിൽ വാട്ട് ഐ ബിലീവ് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കുബാർസി, പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുബാർസി അതിന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വെറുതെ നോക്കി നിന്നൊരു കുബാർസിനല്ല നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫൻസിൽ എത്രത്തോളം മിസ്റ്റേക്ക് ഉണ്ട് നമുക്ക് അത്ര ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുബാർസി, ലെപ്പോർട്ടെ എന്ന് പറയുന്ന 2 താരങ്ങളാണെന്നുണ്ടെങ്കിലും ഉണായി സിമോണ്ട് ആ ഗോളിൽ മിസ്റ്റേക്ക് ഇല്ല, ഓക്കെ ഫൈൻ. പക്ഷേ ഉണായി സിമോണ്ട് മിസ്റ്റേക്ക് വന്നൊരു സോൺ ഉണ്ടായിരുന്നു. ഉണായി സിമോൺ ഔട്ട്സൈഡ് ദ പെനാൽറ്റി ബോക്സ് ഓടിപ്പോകുന്നത്. ഓക്കെ, ഈ ഗോളിൽ ഓക്കെ ഫൈൻ, ഉണായി സിമോൺ അടുത്തുനിന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സോണിലായതുകൊണ്ട് ഉണായി സിമോൺ ചിലപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് ഉണായി സിമോൺ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഗോൾ കീപ്പർ ബ്രില്യൻസ് ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ ആ ഒരു മൂമെന്റിൽ ശ്രദ്ധിച്ചാൽ മതി, ഉണായി സിമോൺ ഔട്ട് ഓഫ് പൊസിഷനായി പോവാണ്. അവിടെ എനിക്ക് തോന്നുന്നു ലെപ്പോർട്ടയുടെ ഒരു ബ്രില്യൻ സേവ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പലപ്പോഴും ലെപ്പോർട്ടെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ലെപ്പോർട്ടയ്ക്ക് ഉയരാൻ പറ്റുന്നുണ്ട്. ആൻഡ് കുബാർസി എന്ന് പറയുന്ന പ്ലെയർ ഇന്നലെ ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു. ഗ്രൗണ്ട് ഡുവൽസ് ആവട്ടെ, ഏരിയൽ ഡുവൽസ് ആവട്ടെ, കുബാർസി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് ഗോളിന്റെ ഷോട്ടും വന്നത് കുബാർസി. അതായത് ഇപ്പോൾ ആ സെക്കൻഡ് ബോളിന്റെ ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബെൽജിയം സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് ഒന്നും കൂടി ഡിഫെൻസീവായിട്ടാണ് അവർ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഡിഫെൻസീവായി കളിക്കുന്ന ടൈമിൽ തന്നെ സ്പെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ബോക്സിൽ അല്ലെങ്കിൽ സ്പെയിൻ നാഷണൽ ടീമിൻ്റെ പൊതുവേ ഉള്ളൊരു എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പാസുകൾ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാസുകൾ അവർ ചെയ്തു. പക്ഷേ അത്രയും ഡിഫെൻസീവ് ഡെഡ് ലോക്ക് നിൽക്കുന്ന ഒരു ടീമിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരുപാട് പാസസ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് മേ ബി ആ ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൈമിൽ മേ ബി ഒരു ഷോട്ട് അടിച്ച് കഴിഞ്ഞാൽ ബോൾ റീബൗണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ ടൈമിൽ വീണ്ടും ബോക്സിൽ ഡിഫൻഡേഴ്സൊക്കെ കൺഫ്യൂസ് ആയിട്ട് ഒരു കെയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ കെയോസ് ക്രിയേറ്റ് ചെയ്തതിലാണ് മിക്കൽ മെറീനോ ഗോൾ സ്കോർ ചെയ്തത്. അപ്പോൾ മിക്കൽ മെറീനോ 86-ാം മിനിറ്റിൽ ഇറങ്ങുന്ന ടൈമിൽ തന്നെ നമ്മുടെയൊക്കെ മൈൻഡിൽ പോകുന്നൊരു സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ മാച്ചിൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഗോൾ അടിക്കാനാണോ ആൾ വരുന്നതെന്നുള്ള ആ ഒരു സംഭവമാണ്. അപ്പോൾ കുബാർസിയുടെ ഷോട്ടും വന്നത് അങ്ങനെയാണ്. കുബാർസി ഈ ഒരു ഇപ്പോൾ ഡിഫൻഡേഴ്സിന് ഈ പ്രായത്തിൽ എത്രത്തോളം മെച്യൂരിറ്റി കാണിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കുബാർസി. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞൊരു സംഭവമാണ് കുബാർസി ഇനി ഡിഫൻഡേഴ്സ് പ്രായം കൂടുന്തോറാണ് അവരുടെ മെച്യൂരിറ്റി കൂടാന്നുള്ളത്. അപ്പോൾ കുബാർസി എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 10 years കാര്യങ്ങൾ മേ ബി ഹി കുഡ് ഹാവ് ലൈക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ ആയിട്ട് തന്നെ മാറാം. നമ്മൾ ഈ വേൾഡ് കപ്പ് മാത്രം കാണുന്നവർക്ക് കുബാർസി ഒരു പുതിയ സംഭവമായിരിക്കും. കാരണം ലാ ലീഗയിൽ കുബാർസി ഓൾറെഡി സ്റ്റാർ ആണ്. നമ്മൾ കഴിഞ്ഞ കുബാർസി ഓൾറെഡി സ്റ്റാർ ആണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇനിഗോ മാർട്ടിനസ്
പെട്ടെന്ന് മിസ്സായതുകൊണ്ടാണ് പലപ്പോഴും ലാലിഗയുടെ ഒരു ഡിഫൻസ് ബ്രേക്ക് ആയി ഹാൻസി പോകുന്നത്. ഫ്ലിക്ക് ഇറയിലെ ഏറ്റവും കീ സാന്നിധ്യം അതെ, തന്നെയാണ് ഈ സാന്നിധ്യം കുബാർസി. പാവ് കുബാർസിയാണ്. ഈ കുബാർസിനെ പോലത്തെ ഒരു ഡിഫൻഡറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിഫെൻസീവ്ലി മാത്രമല്ല, ഈ ബാർസലോണ പോലത്തെ ഇങ്ങനെ ലാമാസിയ ആ ഒരു ഇതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ കുബാർസിയുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡിഫെൻസീവ് ആണെന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര വിഷനറിയാണ്. അതായത് ത്രൂ പാസ് കൊടുക്കുന്ന കാര്യങ്ങളാവട്ടെ, ഒരു ലൈൻ ഓഫ് പ്രഷർ അല്ലെങ്കിൽ ഒരു ലൈനെ ബ്രേക്ക് ചെയ്തിട്ട് മുമ്പിലോട്ട് കൊടുക്കുന്ന പാസസ് ഭയങ്കര വിഷനറി ആയിട്ടാണ് കൊടുക്കുക. ഒരു മിഡ്ഫീൽഡർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ തരത്തിൽ കുബാർസി മാത്രമല്ല പലപ്പോഴും ബാർസയത്തെ ജെറാർഡ് മാർട്ടിൻ ഇങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടും സ്പെയിനൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് സ്പെയിനിൽ എല്ലാവരും ഒരു വിഷനറി പ്ലേയേഴ്സ് തന്നെയാണ്. ആരും ഏത് സമയത്തും ഒരു മാജിക്കൽ പാസ് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു സ്പാനിഷ് ആരാധകൻ കൂടിയായിട്ടുള്ള ഷർഫിയോട് ചോദിക്കാനുള്ളത്, സാധാരണ ഈ സ്പാനിഷ് കോച്ച് മത്സരം തോൽക്കുമ്പോൾ ഏറ്റവും വിമർശനങ്ങൾ കേൾക്കുന്നത് ആ താരത്തെ പുറത്തിരുത്തി ഈ താരത്തെ പുറത്തിരുത്തി ഇറക്കിയത് ശരിയായില്ല, അങ്ങനെയാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. പക്ഷേ ഈ കോച്ചിനെ സംബന്ധിച്ച് ഇന്നലെ പറയുകയാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായത്. കാരണം ഫാബിയൻ റൂയിസ് ആദ്യ ലെവലിൽ വന്നപ്പോൾ ഞെട്ടിച്ച് വിളിച്ചവർക്ക് മുന്നിലേക്ക് ഫാബിയൻ റൂയിസ് ഗോളടിക്കുന്നു, മിക്കേൽ മറീനോ നിർണായക സമയത്ത് വരുന്നു, മിക്കേൽ മറീനോ ഗോളടിക്കുന്നു. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഷർഫ് എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ ഈ കളി കൊണ്ട് ഫ്രാൻസിനെ അടിക്കാൻ പറ്റുമോ? എന്താണ് തോന്നുന്നത്? ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ 4 സബ്സ്റ്റിറ്റ്യൂഷൻസാണ് വരുത്തിയത്, അതും സെക്കൻഡ് ഹാഫിൽ വരുത്തിയത്. തുടക്കത്തിൽ ഫാബിയൻ റൂയിസ് വന്ന് ഗോളടിച്ചു. ഫസ്റ്റ് ഹാഫ് 2 ടീമുകളും അറ്റാക്കിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ വരുമ്പം എന്തായാലും ഒരു ചേഞ്ച് ടീമിന് ആവശ്യമാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്, പോർച്ചുഗലിനെതിരെ അവസാന നിമിഷം വരെ പോയിട്ടാണ് ഗോൾ അടിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെ ചേഞ്ച് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അപ്പോഴാണ് ബയനയെ പിൻവലിച്ചിട്ട് ഫെറാൻ ടോറസ് വരുന്നത്. ഫെറാൻ ടോറസ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ അത്ര മികച്ച ഇൻവോൾവ് ആയിട്ട് കളിക്കുന്നത് കണ്ടതാണ്. പാസ് കൊടുക്കുന്നതാണെങ്കിലും മൊത്തം ടീം പ്ലേയിലൊക്കെ നല്ല രീതിയിൽ കളിച്ചു. അപ്പോൾ ആ രീതിയിൽ ഫെറാൻ ടോറസിനെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അത് കളിയിൽ വലിയ രീതിയിൽ ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിക്കോ വില്യംസിൻ്റെ ഒരു ചേഞ്ച് കാര്യമായിട്ട് തന്നെ ആ മത്സരത്തിൽ നമ്മൾ കണ്ടു. കാരണം കഴിഞ്ഞ മത്സരങ്ങളൊന്നും വില്യംസിനെ ഇറക്കിയിട്ടുണ്ടായില്ല, ഇഞ്ചുറി കൺസേൺ പറഞ്ഞിട്ട് പ്രശ്നം സംഭവിച്ചിരുന്നു. പിന്നെ പെഡ്രി ഫാബിയൻ റൂയിസിന് പകരം പെഡ്രി ടീമിലേക്ക് പ്ലേയിങ് ഇതിലേക്ക് വരുമ്പം പ്രധാനമായ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണത്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് പെഡ്രി റോഡ്രി കോമ്പിനേഷനാണ്. റോഡ്രിയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് ഷർഫു കാണുന്നത്? റോഡ്രി നമ്മൾ ബോക്സ് ടു ബോക്സ് പ്ലെയർ, അതിപ്പോൾ ഏതൊരു ടീമും പ്രതീക്ഷിക്കുന്ന ഒരു പ്ലെയറാണ് റോഡ്രി. കാരണം ഇപ്പോൾ ഏത് ടീമിലെടുത്താലും നമ്മൾ അറ്റാക്കിൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഡിഫൻസിലേക്ക് ഇറങ്ങി പന്ത് റിക്കവർ ചെയ്തിട്ട് കളി മെയിൻറ്റെയിൻ ചെയ്യുക. അത്തരത്തിൽ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആയിട്ടുള്ള റോഡ്രി ആ ഒരു ടീമിലുള്ളത് ഏറ്റവും. അത് മാത്രമല്ല, റോഡ്രി പരിക്കിൻ്റെ ഒരു കൺസേണൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എല്ലാ മത്സരത്തിലും മുഴുവൻ സമയം റോഡ്രിയെ കളിത്തിൽ കാണുന്നുണ്ട്. റോഡ്രിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ നിലവിൽ സ്പെയിൻ ടീമിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ ഓരോ മത്സരത്തിലും റോഡ്രി ആ റോൾ എടുക്കുന്നുണ്ട്, ഡിഫൻസിൽ കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്, ഒപ്പം തന്നെ അറ്റാക്കിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ലെമിൻ യമാലിനൊക്കെ കൃത്യമായി പാസുകൾ നൽകുന്നത് നമ്മൾ കണ്ടു. 2 വിങ്ങിലേക്കും ഒരേപോലെ പന്തെത്തിച്ചു കൊടുക്കുന്നു. ഈ കളി കൊണ്ട് ഫ്രാൻസിനെ കടക്കാൻ പറ്റുമോ? ഫ്രാൻസിനെ കടക്കുക എന്ന് പറയുമ്പോൾ 2 ടീമുകൾ, ഈ 2 ടീമുകൾ ഇതിന് മുന്നേ ഏറ്റുമുട്ടിയ ഒരു ചരിത്രം നമുക്കുണ്ട്. കുറച്ച് യൂറോ കപ്പിലുണ്ട്, നാഷണൽസ് ലീഗിലുണ്ട്. അപ്പം കഴിഞ്ഞ മത്സരത്തിലാണ് 9 ഗോളാണ് അന്ന് കഴിഞ്ഞ അവസാന മത്സരത്തിൽ വന്നത്. ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടിയപ്പോൾ അതിൽ യമാൽ ഡബിൾ അടിക്കുന്നത് കണ്ടു. ഒപ്പം തന്നെ തിരിച്ച് എംബാപ്പെ ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടുന്നു. അത്തരത്തിൽ 2 ടീമുകളും അറ്റാക്കിംഗ് ശൈലിയിലേക്കാണ് പോവുക. കാരണം പ്രത്യേകിച്ച് ഒരു യൂറോപ്യൻ നമ്മളൊരു അറ്റാക്കിംഗ് ശൈലി തന്നെയാണ് ആ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതിലെപ്പോഴും സ്പെയിനിലൊരു എഡ്ജ് ഉണ്ടാകുന്നത് യമാലിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയായിരിക്കും. യമാൽ എത്രത്തോളം ഇന്നത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചാണ് യമാൽ. മാത്രമല്ല, ഇന്ന് നമ്മൾ അറ്റാക്കിൽ ഗോൾ അടിച്ചിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ യമാൽ വേണ്ടത്ര രീതിയിൽ ഗോൾ അടിക്കുന്നില്ലെങ്കിലും യമാലിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഗെയിം പ്ലേയിൽ ഫസ്റ്റ് ഗോളിന് വഴിയൊരുക്കിയത് യമാലാണ്. അത്തരത്തിൽ ഓരോ മത്സരത്തിലും യമാൽ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസുകൾ തന്നെയാണ് സ്പെയിനിൻ്റെ ആ ഒരു വിജയത്തിലേക്ക് നയിക്കുന്നത്. അത് ഫ്രാൻസിനെതിരെ കാര്യമായിട്ടുണ്ടാവും. അത് എങ്ങനെ ഫ്രാൻസ് യമാലിനെ ആ ഒരു പൊസിഷനിൽ തടഞ്ഞു നിർത്തും, അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ എങ്ങനെ കളി കൺട്രോൾ ചെയ്യും. 2 ടീമുകളും ഒരേ ശൈലിയിൽ കളിക്കുന്ന ടീമുകളാണ്. ഒറ്റവാക്കിൽ ജയിക്കോ ഇല്ലേ എന്നുള്ളതാണ്. തീർച്ചയായും ഈ അടുത്ത മത്സരത്തിൽ ഫ്രാൻസിനെതിരെ സ്പെയിനിന് നല്ലൊരു മാനസിക മുൻതൂക്കമുണ്ട്. അത് പ്രത്യേകിച്ച് ഫുട്ബോളിലൊരു പ്രധാനമാണ്. അപ്പോൾ അത്തരത്തിൽ എന്തായാലും അടുത്ത മത്സരത്തിൽ സ്പെയിനിന് ഒരു നല്ല എഡ്ജ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലവിലെ ഫോമിൽ എംബാപ്പയെ പൂട്ടുക എന്നുള്ളതാണ് സ്പെയിൻ മുന്നിൽ ദൗത്യം. അത്
കുബാർസി അല്ലെങ്കിൽ ലപ്പോർട്ടെ ഏത് വിധത്തിൽ അത് കവർ ചെയ്യുന്നു എന്നുള്ളത് അടിസ്ഥാനമാക്കിയായിരിക്കും അടുത്ത മത്സരത്തിൽ സ്പെയിൻ്റെ വിജയം. അല്ല, അത് പറയുമ്പം ഈ ബെൽജിയത്തിൻ്റെ ഫസ്റ്റ് ഗോളും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മൾ ആരുടെ മിസ്റ്റേക്കാന്നുള്ള ചൂണ്ടിക്കാണിക്കുന്നതിനെക്കാട്ടിലും അവിടെ ബെൽജിയത്തിൻ്റെ കാസ്റ്റാഗ്നെ എന്ന് പറയുന്ന ആ പ്ലെയറിന് ഒരുപാട് ടൈം അവിടെ കൊടുത്തു എന്നുള്ളതാണ്. ആ കൊടുത്തിരുന്ന ടൈമിലാണ്, അതായത് ഒരു പ്ലെയറിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇവർ ഈ കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കെറ്റ്ലറിൻ്റെ ആ ഒരു മൊമെൻറ്റിൽ റോങ് സൈഡിൽ പൗ കുബാർസി കോട്ട് ചെയ്തിരുന്ന ടൈമിൽ അവിടെ കെറ്റ്ലറിൻ്റെ ആ ഒരു അത്ലറ്റിസം അല്ലെങ്കിൽ ആ ഒരു സ്പീഡിനെ പൗ കുബാർസിക്ക് കറക്റ്റ് തടുക്കാനായില്ല എന്നുള്ളതാണ്. പിന്നെ ഉണായ് സിമോൻ്റെ അടുത്ത് വന്നു, പിന്നെ ആ ഒരു റിഫ്ലെക്സ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് ടൈം കിട്ടിയില്ല. അപ്പോൾ അങ്ങനത്തെ ടീമുകൾ പെട്ടെന്ന് തന്നെ അവരുടെ വെർട്ടിക്കൽ അറ്റാക്സ് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ രീതിയിലുള്ള അറ്റാക്ക് വരുമ്പം ഒരുപാട് ടൈം അതിന് കൊടുക്കാതെ ക്ലിയർ ചെയ്യുന്ന തരത്തിൽ ബാർസലോണ അല്ല സ്പെയിൻ ഡിഫൻസ് ഉയരണം എന്നുള്ളതാണ്. പിന്നെ മറ്റേ ഫിസിക്കലായിട്ട് കളിക്കുന്നുണ്ട്. സ്പെയിൻ ഇതുവരെ നേരിട്ട ഡിഫൻസിൽ കാര്യമായ ഒരു വെല്ലുവിളി നേരിട്ടിരുന്നില്ല. പക്ഷേ ബെൽജിയത്തിനെതിരെ മത്സരത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി അവർ ഫിസിക്കലായിട്ട് ഡിഫൻഡേഴ്സിനെ നേരിടുന്നുണ്ട്. കാരണം ഡോക്കൊക്കെ നല്ല രീതിയിൽ ഇൻവോൾവ്, അത് കാര്യമായിട്ട് തന്നെ ഇന്നലെ സ്പെയിൻ ഒരു പ്രശ്നമായിട്ട് നിലനിന്നിരുന്നു. അതായത് എത്രയോ ഡ്രിബിൾസ് ഡോക്ക് ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മിഡ്ഫീൽഡ്. മാത്രമല്ല ഡോഗിന്റെ ഒരു സ്ഥിരം കളി തന്നെയാണ് നമ്മൾ സിറ്റി കാണുന്ന ഡോഗി എന്താണ്, പക്ഷെ അവസാനം പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ ഡോക്കോന്റെ ബെസ്റ്റ് പെർഫോമൻസ് ഇന്നലെ തന്നെയായിരുന്നു. കാരണം ഒരുപാട് ഒരു ഫിയറും ഇല്ലാതെയാണ് ഇന്നലെ ആള് കളിച്ചിട്ടുണ്ടായിരുന്നു, കവർ ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. ഡോക്കു ഇവരൊക്കെ നല്ല ബ്രില്യൻ പെർഫോമൻസ്. നമ്മളെ ഈ സ്പെയിൻ വീൻസ് ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ഒരു യമാൽ വേഴ്സസ് എംബാപ്പെ പോരാട്ടം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ മെസ്സി CR7 യുഗത്തിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും ഒരു ആഘോഷിക്കപ്പെടുന്ന റൈവൽറി ഇവർ തമ്മിലുള്ളതാണ്. സംഭവം രണ്ടുപേരും പ്രായം കൊണ്ട് ഭയങ്കര മാറ്റമുണ്ട്, പക്ഷേ ഒരു മെസ്സി ക്രിസ്ത്യാനോ പോലെ തന്നെയുള്ള ഒരുപാട് എലമെന്റ്സ് അതിലുണ്ട്, ഒരു ലെഗസിയും ഉണ്ട്. ഇപ്പോൾ യമാൽ വരുന്നത് ലാമാസിയാണ്, മെസ്സിൻ്റെ എന്താ പറയുക മാമോദീസ മുങ്ങിയ കുട്ടിയാണ്. അതേസമയം എംബാപ്പെ ആണെങ്കിൽ റൂമിൽ റൊണാൾഡോയെ വെച്ച് ആരാധിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ഒരാൾ കളിക്കുന്നത് ബാഴ്സയിലാണ്, ഒരാൾ കളിക്കുന്നത് റയലിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലാലിഗ അടക്കമുള്ളവർ പോലും ഇങ്ങനെ ഒരു റൈവൽറി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രണ്ട് പ്ലേയേഴ്സിനെ നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്, എന്താണ് നെക്സ്റ്റ് യുഗം ഇവരുടേത് തന്നെയാകുമോ? നെക്സ്റ്റ് യുഗം ഇവരുടേത് തന്നെയാണ്. പക്ഷേ ഇത് ഈ പറയുന്ന പോലെ എംബാപ്പെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഒരു മിസ്റ്റർ വേൾഡ് കപ്പാണ് എംബാപ്പെ. ലമീൻ യമാൽ വന്നിട്ടേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ ഒരു ഒരിക്കലും ഒരു ഡിസഡ്വാൻറ്റേജോ അങ്ങനെയായിട്ട് പറയല്ല. ഇപ്പോൾ നമ്മൾ ഹാരി കെയ്ന് അല്ലെങ്കിൽ എംബാപ്പെ, മെസ്സി, പിന്നെ ആരുണ്ടായിരുന്നത് ഗോൾ സ്കോറിൻ്റെ ആ ഒരു പട്ടിക, ഹാളൻഡ് ഇവരുടെ ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ ഒരു പക്ഷേ ലമീൻ യമാലിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു രീതിയിൽ ലമീൻ യമാൽ വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ലമീൻ യമാൽ എന്ന് പറയുന്ന ഒരു പ്ലെയർ അവിടെ ഉണ്ടായതുകൊണ്ടാണ് പല സ്പെയിൻ അറ്റാക്കും അവിടെ പോസിബിൾ ആവുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഓസ്ട്രിയക്കെതിരെയുള്ള മാച്ചിൽ എല്ലാ ഗോളും വന്നത് ഓസ്ട്രിയക്കെതിരെ ഞാൻ വിശ്വസിക്കുന്നു. 3 ഗോൾ അടിച്ച മാച്ചിൽ എല്ലാ ഗോളും വന്നത് ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്നാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ലമീൻ യമാൽ പോലും ആ ഒരു മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കിട്ടിയിട്ട് ഹാപ്പി അല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ലമീൻ യമാൽ എന്ന പ്ലെയറിൻ്റെ അവിടുത്തെ ആ ഒരു പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പുറത്തെ ഈ ഒരു ഫ്ലാങ്ക് ഫ്രീ ആവുന്നത്. ആൾ നിരന്തരമായിട്ട് ഡ്രിബിൾ ചെയ്യുന്നുണ്ട്. ആൾക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞ ഒരുമാതിരി ഭ്രാന്ത് എന്ന് പറയില്ല നമ്മൾ, ആ തരത്തിലാണ് ആളുടെ കളി. ഇന്നലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ ഏറ്റവും സക്സസ്ഫുൾ ഡ്രിബിൾസ് ഒരു മാച്ചിൽ ഏകദേശം 20ഓളം ഡ്രിബിൾസ് ഇന്നലെ ലമീൻ യമാൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു മാച്ചിൽ 20ഓളം ഡ്രിബിൾസ് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളതാണ് എനിക്ക് സ്റ്റാറ്റ്സ് നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെയും ബ്രില്യൻ്റ് ആയിട്ട് ഒരു പ്ലെയറിന് കളിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലെയർ ഇപ്പോൾ ഒരു 19 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ആളുടെ പീക്ക് ഏജ് എത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയൊരു 5-6 വർഷം കഴിഞ്ഞാൽ ആളുടെ പീക്ക് ടൈമിലോട്ട് എത്തുള്ളൂ. ആ പീക്ക് ടൈം കഴിഞ്ഞിട്ട് ഇനിയും ഒരു ഫുട്ബോൾ ഏജ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യൂറോപ്യൻസിൻ്റെ കുറച്ചും കൂടെ കൂടുതലാണ്. 30 തീരുന്ന ഫുട്ബോൾ ഏജ് അല്ല ഇവരുടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലെയർ ഇപ്പോഴേ ഇത്ര ബ്രില്യൻ പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മെസ്സിയെ പോലെയോ അല്ലെങ്കിൽ റൊണാൾഡോ പോലെയോ ഫുട്ബോളിനൊരു ഡിസിപ്ലിനാക്കി കണ്ടു കഴിഞ്ഞാൽ വേ ഫാർ ബെറ്റർ ആയിട്ട് ആൾക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ എംബാപ്പയുടെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും മെസ്സിക്കൊപ്പം എത്തി എന്നുള്ള ഒരു റീലൊക്കെ ഉണ്ടായിരുന്നു. അതായത് മെസ്സിയുടെ പുറകിൽ നടക്കാനല്ല കൂടെ നടക്കാനാണ് ഇഷ്ടം എന്ന് പറയുമല്ലോ. അങ്ങനെ മെസ്സിക്കൊപ്പം ആ ഒരു ഗോൾ സ്കോറിങ്ങിൽ എത്തുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ മെസ്സിയുടെ അത് ചിലപ്പോൾ ലാസ്റ്റ് വേൾഡ് കപ്പ് ആവാം. പക്ഷെ എംബാപ്പയ്ക്ക് ഇനിയും 2 വേൾഡ് കപ്പ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ വേൾഡ് കപ്പ് വന്നു കഴിഞ്ഞാൽ നാഷണൽ ടീമിന് വേണ്ടി പെർഫോം ചെയ്യുന്ന എംബാപ്പെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി വരുന്ന വേൾഡ് കപ്പിലും ആളുടെ ഗോൾ സ്കോറിങ്ങിൽ
ബോളിങ്ങിൽ ഒരു കുറവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ഫ്രാൻസ് എന്ന് പറയുന്ന ടീം ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടീമാണ്. 2018 തൊട്ടിട്ട് 2022 ഫൈനൽസ് എത്തി. ഇപ്പോൾ ഇതാ വീണു സെമി ഫൈനൽസിൽ എത്തിയൊരു ടീമാണ്. അടുത്ത വർഷം ഉണ്ടാവും. അടുത്ത വർഷം ഉണ്ടാവും. അവരുടെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഏജ്ഡ് അല്ലാത്ത പ്ലേയേഴ്സ്. ഇപ്പോഴും അവരുടെ ടീം നോക്കിക്കഴിഞ്ഞാൽ ഡെസീറ ഡുവെ പോലത്തെ അങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടാകുമ്പോൾ അവരുടെ ഏജ് വളരെ കുറവാണ്. അപ്പോൾ ഇവർ അടുത്ത വർഷം ഇതേപോലെ ബ്രില്യൻ പെർഫോമൻസ് കാഴ്ച വെക്കുന്നൊരു ടീം തന്നെയാവും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എംബാപ്പെ പോലത്തെ ഒരു പ്ലെയറിനെ വേൾഡ് കപ്പിൽ തന്നെ ഒരു പക്ഷേ എല്ലാവരും കണ്ടൊരു ബെസ്റ്റ് പെർഫോമറായി മാറാൻ വലിയൊരു പണി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഈ ലെമിൻ യമാലിൻ്റെ കളി കാണുമ്പോൾ അദ്ദേഹം ഒരു ലോങ്ങറ്റിവിറ്റി എന്താ പറയുക എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം എപ്പോഴും ഒരു ഇഞ്ചുറി വരാൻ സാധ്യതയുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലാണ്. നെയ്മർ ഞാൻ ഇന്നലെ കളി കണ്ടപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളത് ഇയാൾ ചിലപ്പോൾ അടുത്ത നെയ്മർ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ ലാലിഗയിൽ അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റി. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്ടർ പൈസ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഇഞ്ചുറി അദ്ദേഹത്തിൻ്റെ സ്കില്ലുകൾ എത്രയോ പെർസെൻറ്റേജ് ആയിട്ട് കുറച്ചു എന്നുള്ളതാണ്. ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ അങ്ങനെയാണല്ലോ. നമ്മൾ ആ പോക്കും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു എന്താ പറയുക ലാറ്റിൻ അമേരിക്കൻ പ്ലെയർ എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് സംഭവങ്ങൾ അതിൽ. പക്ഷേ നമ്മൾ പറയാൻ വിട്ടുപോയൊരു സംഭവം ഈ ബെൽജിയത്തിൻ്റെ ഒരു ഗോൾഡൻ ജനറേഷൻ്റെ അന്ത്യമാണ്. കാരണം നമ്മളൊക്കെ കണ്ട ഒരു ബെൽജിയം ഉണ്ട്. 2014 അവർ ഫേവറേറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നീട് വേൾഡ് റാങ്കിൽ ഒന്നാമതെത്തുന്നു. 2018 എനിക്ക് തോന്നുന്നത് ആ ബെൽജിയൻ ടീമിൻ്റെ ഏറ്റവും പീക്ക് പെർഫോമൻസ് കണ്ടത് ആ വേൾഡ് കപ്പിലാണ്. ഇപ്പോൾ എഡൻ ഹസാർഡ് ആയാലും 3-ാം സ്ഥാനമുണ്ട്. ബ്രസീലിനെ തോൽപ്പിക്കുന്നു. പിന്നെ കെവിൻ ഡി ബ്രൂയിനെ, പിന്നെ വിൻസെൻ്റ് കോമ്പാനി, ഒരു നീണ്ട ജനറേഷൻ ഉണ്ട്. പക്ഷേ ആ ജനറേഷന് ഇനി നമ്മൾ കാണില്ല. ഇപ്പോൾ ഈ ഇന്നലെയും 4 പേര് ആ ഒരു ടീമിലുള്ളവരുണ്ടായിരുന്നു. ഇപ്പോൾ ലുക്കാക്കു അവസാന ഘട്ടത്തിൽ വന്നു, തിബോ കോർട്ടോ ഉണ്ടായിരുന്നു, കെവിൻ ഡിബ്രൂയിനെ സത്യത്തിൽ വിറ്റ്സലുണ്ട്, കെവിൻ ഡിബ്രൂയിനെ സത്യത്തിൽ അവസാന ഘട്ടമൊക്കെ ടയേർഡായിരുന്നു. അദ്ദേഹം തളർന്ന് ഗ്രൗണ്ടിൽ ഇരിക്കുന്ന പോലത്തെ ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ ബെൽജിയത്തിൻ്റെ ഒരു എന്താ പറയുക ലെജൻഡ് തലമുറ ഒന്നും നേടാതെ പടിയിറങ്ങണം. ഒന്നും നേടാതെ മീൻസ് അവർ ക്വാളിഫയിങ് റൗണ്ടിലും ഫിഫ റാങ്കിങ്ങിലും അവർ ഭയങ്കരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീം അവരായിരുന്നു. ഇപ്പോൾ ഒരു 16-19 ഒരു ഇറയൊക്കെ എടുത്താൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നവരായിരുന്നു. യൂറോപ്യൻ ക്വാളിഫിക്കേഷൻസിൽ എല്ലാ മത്സരം വിജയിച്ചാണ് വന്നത്. പക്ഷേ ഒരിക്കൽ പോലും ഒരു 2018 സെമി മാറ്റി നിർത്തിയാൽ ഒന്നും നേടാനാകാത്തൊരു ദുഃഖഭാരണം. ഇതിന് പല കാരണങ്ങളുണ്ട്. അവർക്ക് സൈക്കോളജിക്കൽ ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഗോൾഡൻ ജനറേഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു ഭാരമാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഗോൾഡൻ ജനറേഷനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ്. അതുപോലെ ഈ കോച്ച് റോബർട്ടോ മാർട്ടിനസിൻ്റേതായിട്ടുള്ള പല അബദ്ധങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങളിലാണ്. അതിൽ ഈ കഴിഞ്ഞ യൂറോപ്പിൻ്റെ സമയത്ത് കെവിൻ ഡി ബ്രൂയിനോട് ഈ ചോദ്യം ചോദിച്ചു, ഇത്രയും ഗോൾഡൻ ജനറേഷൻ ഉണ്ടായിട്ടും നിങ്ങൾക്ക് കപ്പ് നേടാത്തതിൽ സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സത്യത്തിൽ പൊട്ടിത്തെറിച്ചു. കാരണം ഈ ഗോൾഡൻ ജനറേഷൻ എന്നുള്ള സംഭവം കേട്ടിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്നിട്ട് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമാണോ ഗോൾഡൻ ജനറേഷൻ? ഫ്രാൻസിന് ഗോൾഡൻ ജനറേഷൻ അല്ലേ? പിന്നെ സ്പെയിനിന് ഗോൾഡൻ ജനറേഷൻ അല്ലേ? അപ്പോൾ അതായത് അവർക്കൊരു അവരുടെ നാട്ടിലായാലും പുറത്തായാലും ആ ഒരു ടാഗ് എപ്പോഴും ഉണ്ട്. പിന്നെ ഇന്നലത്തെ മത്സരത്തിൽ സത്യത്തിൽ തിബോ കോർട്ടോയുടെ ഒരു പക്ഷേ അവസാനം വേൾഡ് കപ്പ് നമുക്കറിയില്ല. ആ ഒരു ഇഞ്ചുറി സത്യത്തിൽ ഭയങ്കര സാഡാണ്. ആ ഇഞ്ചുറിക്ക് ശേഷമാണ് സത്യത്തിൽ ഗോളും വന്നത്. ലാമൻസിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ പോഗുബാർസയുടെ ഷോട്ട് അദ്ദേഹം പിടിച്ചതിന് ശേഷം ശരിക്കും കയ്യിൽ നിന്ന് പോകുന്നതാണ്, കയ്യിലൊതുക്കാൻ പറ്റുന്നില്ല. അതാണ് ആ റീബൗണ്ട് വന്നത്. അതെ. അപ്പോൾ പക്ഷേ ലാമൻസിനെ ഞാൻ അങ്ങനെ വിമർശിക്കുന്നില്ല. കാരണം മാൻചെസ്റ്റർ യുണൈറ്റഡിന്റെ പോകുമ്പോൾ തന്നെ കരഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ ലാമൻസ് ആണെങ്കിൽ നമ്മൾ യുണൈറ്റഡിന്റെ ഏറ്റവും ട്രോൾ ചെയ്യപ്പെട്ട കുറേ ഗോൾ കീപ്പർമാരായിരുന്നു. ഒനാന, അതിന് മുമ്പായാലൊക്കെ ടെഹിയും അവസാന കാലഘട്ടത്തിൽ ആദ്യം അതേ ലെജൻഡറി പെർഫോമൻസ് ആണെങ്കിലും പക്ഷേ ലാമൻസ് സത്യത്തിൽ അവസാന ഇയറിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. യുണൈറ്റഡ് ആരാധകർ നെക്സ്റ്റ് ഷിമൈക്കൽ എന്നൊക്കെ വിളിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എന്താ പറയുക കിട്ടിയൊരു നല്ല അവസരം ഭയങ്കര സാഡായെന്ന് തോന്നി. ആർക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇന്ന് മറ്റേ ഡിബ്രൂയിനെ എന്ന് പലപ്പോഴും കണ്ടപ്പോഴേ ആ പ്രായം അദ്ദേഹത്തെ കാര്യമായി തളർത്തിയെന്ന് തോന്നിയിട്ടുണ്ട്. പല പാസുകളും മിസ്പാസുകൾ കണ്ടു. പിന്നെ ഒപ്പം തന്നെ പഴയ ഒരു ഡിബ്രൂയിനെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ലുക്കാക്കു ഡിബ്രൂയിനെ ഒരു കോംബോ നല്ല രീതിയിൽ വർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ പലപ്പോഴും അത് കണ്ടില്ല. ലുക്കാക്കുവിന് കൊടുക്കുന്ന പാസുകൾ പലപ്പോഴും ഗോൾ കീപ്പർ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ഡിഫൻസ് അത് തട്ടിയാ കയറ്റുന്നുണ്ട്. അത്തരത്തിൽ ലുക്കാക്കുവിനെ അവർ സബ് ചെയ്തപ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ബെൽജിയം ലുക്കാക്കു സബ് വരുമ്പോൾ ബെൽജിയത്തിന്റെ ഒരു ഗോൾ വരാറുണ്ട്. സെനഗലിനെതിരെയൊക്കെയുള്ള മത്സരത്തിലൊക്കെ കണ്ടിരുന്നു. അതിനുശേഷമൊക്കെ നമ്മളൊരു പറയേണ്ട ഒരു ലെജൻഡ് തന്നെയായിരുന്നു ഡിബ്രൂയിനെ. നമ്മളിങ്ങനെ പറയുമ്പോൾ പലപ്പോഴും വേൾഡ് കപ്പിൽ ഈ വേൾഡ് കപ്പ് നമ്മൾ ചർച്ച ചെയ്യാത്തൊരു പേരാണ്. ഒരുപാട് പേര് നമ്മൾ പോയി ലൂക്കാ മോഡ്രിച്ച് ഒക്കെ പോയി എന്ന് പറയണ്ടല്ലോ. ഏറെക്കുറെ അതേ ഒരു പൊട്ടൻഷ്യൽ കളിച്ചൊരു താരം തന്നെയാണ്. ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ ഇൻ ദ വേൾഡ് കെവിൻ ഡി ബ്രൂയിൻ തന്നെയായിരുന്നു. ഹാളണ്ടിന്റെ ഒരു തുടക്ക കാലത്തൊക്കെ ഒരുപാട് പാസുകൾ